ഹായ് ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ ഭയങ്കരമായിട്ട് ലൈറ്റായിട്ടോ. ഒന്നാമത് സൺഡേ ലീവായതുകൊണ്ട് തന്നെ റൂം ഫുള്ള് മെസ്സിയായിട്ട് കിടന്നുകൊണ്ടിരുന്നിരുന്നത്. സൺഡേ ലീവായിട്ട് അന്നത്തെ ദിവസം ഫുൾ ഡേ കിടന്നിട്ട് ഉറങ്ങി. മോർണിംഗ് ആണെങ്കിൽ എണീക്കാനും ലൈറ്റായി. അങ്ങനെ എല്ലാം വാരി വലിച്ചിട്ടിട്ടാണ് ഇന്ന് ഡ്യൂട്ടിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. അതെൻ്റെ 2026 വിഷൻ ബോർഡാണ് കേട്ടോ. സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത വർഷം കാണിച്ചു തരുന്നുണ്ട്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം വിൻഡോ ഓപ്പൺ ചെയ്തിടും. കാരണം എൻ്റെ റൂമിലെ വിൻഡോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഡിപ്രഷൻ ആയാലും ശരി, ഹാപ്പി ആയാലും ശരി, ഞാൻ ഇതിൻ്റെ പുറത്ത് നോക്കിയിരിക്കും. പ്രത്യേകിച്ച് ഈവനിങ് സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ ലൈറ്റായി ഒരു 5 o'clock ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺസെറ്റ് കാണാൻ പറ്റും. കാരണം ഇങ്ങനെ മലയൊക്കെ ഉള്ള കാരണം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് വ്യൂ ആയിട്ട്. പിന്നെ അതിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മളമാതിരി അതേമാതിരി പ്രവാസികൾക്ക് അറിയുന്നുണ്ടാവും. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ലാബർ ക്യാമ്പിലേക്ക് വരുന്നതാണ് കേട്ടോ. ആ ഏരിയയൊക്കെ ലാബർ ക്യാമ്പാണ്. ഞാൻ നിൽക്കുന്ന ഇവിടെ ഫ്ലാറ്റിലാണ്, പക്ഷേ ഓപ്പോസിറ്റ് കുറേ ലാബർ ക്യാമ്പൊക്കെ ഉണ്ട് കേട്ടോ. ലാബർ ക്യാമ്പ് ഫാമിലി വില്ലാസാണ് കൂടുതൽ ആ ഏരിയയിൽ. അവിടെ ഒരു കുറേ കിളിക്കൂടുണ്ട്. രാവിലെ ഞാൻ നീക്കുന്ന സമയത്തും വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ കിളികളെ സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് ഞാനത് ആ സൗണ്ടിൽ കേൾക്കില്ല. പക്ഷെ നല്ല രസമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഈവനിങ് ഇല്ലേ, എനിക്ക് ആ ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ സത്യത്തിൽ ഞാൻ UAE ഫുജറയിലാണ് കേട്ടോ. ഇവിടെ ഫുജറയിലാണ് ഞാൻ ഇപ്പോൾ ഒരു പുതിയ ജോബിന് ഞാൻ കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ പുതിയ ജോബിൽ കയറിയതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഉണ്ട്. ആ ബോട്ടിൽ കണ്ടിട്ടായിരുന്നു തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഞാൻ കുടിച്ചോന്നല്ല, ഞാൻ ബോട്ടിൽ കളക്ട് ചെയ്തതാണ്. കാരണം ഞാൻ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വൈൻ ബോട്ടിലേക്ക് നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബോട്ടിലേക്ക് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശേഖരിച്ച് വെച്ചതാണ്. പിന്നെ എക്സ്ട്രാ ഒരു 10 റംസ് 20 റംസ് ഒന്നും കൊടുത്തിട്ട് ബോട്ടിൽ മേടിക്കണ്ടല്ലോ. നമ്മുടെ അപ്പുറത്തെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ കളക്ട് ചെയ്തതാണ്. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ആകെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. ഞാൻ വേറൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്. 5 പേരേ ഉള്ളൂ ടോട്ടൽ ഇവിടെ. ഒരു ഫാമിലി റൂമാണ്. ഇതെൻ്റെ റൂമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒന്നും എണിക്കാൻ ലേറ്റായി സത്യത്തിൽ. ഇപ്പോൾ ഒന്നാമത് തണുപ്പും തുടങ്ങിയല്ലോ. അപ്പോൾ നല്ല കിടന്നിട്ട് ഉറങ്ങാൻ വേണ്ടി നല്ല സുഖമായതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥ ഇപ്പോൾ UAE എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ ടൂറിസ്റ്റിൻ്റെ ഒക്കെ ഒരു സമയമാണ് ഇപ്പോൾ എല്ലാവർക്കും. ടൂറിസ്റ്റൊക്കെ വന്നു പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഡ്രസ്സ് ബക്കറ്റിലെടുത്തിട്ട് റൂമിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. പിന്നെ യൂണിഫോം മാറ്റാൻ വിചാരിച്ചു. എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഹെയർ വാഷും കൂടി ചെയ്യണം. പിന്നെ റൂമൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കും വേണം. കോട്ടിന് എന്തായാലും ഊരിയിട്ട് അവിടെ ഹാങ്കറിൽ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ ഊരി വാച്ചൊക്കെ ഊരിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് എനിക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ജസ്റ്റ് ഫോൺ നോക്കും. ഒന്ന് കമ്പനി ഫോണുണ്ട്. കമ്പനി ഫോണിൽ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ള ഫോണുണ്ട്. അപ്പോൾ 2 ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിലത്തെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ വാഷിംഗ് മെഷീനിൽ എടുത്ത ഡ്രസ്സ് എനിക്ക് താഴെ ഞാനിവിടെ മറ്റേ ഇത് വെച്ചിട്ടുണ്ട്, എന്താ പറയുക, റൂമിൽ തന്നെ ഹാങ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇവിടെ എനിക്ക് ബാൽക്കണി ഇല്ല, പകരം വിൻഡോ ആണുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒരു ഹാങ്കിങ് ഉണ്ട് ഇവിടെ. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിടും. അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. അതവിടെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഷർട്ടൊക്കെ ആണെങ്കിൽ ഹാങ്കർ കൊടുക്കാനെ അലമാരിലെടുത്ത് തൂക്കിയാലും മതി. അപ്പോൾ ചില ദിവസം ഭയങ്കര ലൈസി കേട്ടോ. ഭയങ്കര മടി എന്നൊക്കെ പറയില്ലേ, ഭയങ്കര മടി പിടിച്ചുള്ള സിറ്റുവേഷനാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ UAE ജോബ് നോക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഡിസംബർ ജനുവരി മാസം ഭയങ്കര ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉള്ളൊരു ടൈമാണ്. ഈ ഒരു സമയത്ത് ജോലി കിട്ടും. ഈ ഒരു സമയത്താണ് കുറച്ചും കൂടിയും, കാരണം മാർക്കറ്റ് കുറച്ചും കൂടിയും ആൾക്കാരൊക്കെ വന്ന് ടൂറിസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് സീസൺ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തായാലും ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസും ഇതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ ജോബ് നോക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ട്രാവൽ ഏജൻസിയിലൊന്നും പോയി പെടാണ്ട് ഇപ്പോൾ കുറേ വിസ തട്ടിപ്പൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒന്നിലും പോയി ചാടാണ്ട് നല്ല രീതിക്ക് ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ സൈറ്റിലൊക്കെ നോക്കിയിട്ട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ജസ്റ്റ് എൻക്വയറി ചെയ്തിട്ട് മാക്സിമം സെൽഫായിട്ട് നോക്കുക. അല്ലാതെ ട്രാവൽ ഏജൻസിലൊന്നും പോയി പെടാൻ നിൽക്കരുത് കേട്ടോ. നന്നായി ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ജോലി ഇവിടെ കിട്ടും. എനിക്ക് നാടിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ലതായി തോന്നിയിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ഇൻകം വരുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് എന്തായാലും ഇപ്പം നമ്മളെ ഫാമിലിയിൽ നിന്ന് റെസ്പെക്റ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മണി വരുന്നതിനനുസരിച്ചുള്ള നമുക്ക് ആ റെസ്പെക്റ്റ് ഫാമിലിയിൽ നിന്നാണെങ്കിലും ശരി, പബ്ലിക്കിൽ നിന്നാണെങ്കിലും ശരി, ഇപ്പോൾ ഇൻ കേസ് റിലേഷൻഷിപ്പിൽ നിന്നാണെങ്കിലും ശരി, നമുക്കത് കിട്ടും. അതുകൊണ്ട് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ എനിക്ക് നാടാണ് ഇവിടെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെയാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ഇവിടെയാണ് കേട്ടോ. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട്ടിലൊക്കെ ആവുന്ന സമയത്തായിരുന്നു പാൽ ചായയോ പാൽ കോഫിയൊക്കെ കുടിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ബ്ലാക്ക് കോഫി കുടിക്കണം കേട്ടോ കുറച്ചും കൂടി എനിക്ക് താല്പര്യം. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് കോഫി ലവറാണ്. ഇപ്പോൾ ഗ്രീൻ ടീ അങ്ങനത്തെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കുടിക്കും. ഇപ്പം ഞാൻ കുറവാണ് കേട്ടോ കുടിക്കല്. ഈ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കാല് കഴുകി കഴിഞ്ഞതിന് കാല് മസ്റ്റായിട്ട് കഴുകും. കാരണം സോക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വന്നപാട് കാലൊക്കെ ഒന്ന് കഴുകി കൈയൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം കോഫി എന്തെങ്കിലും കുടിക്കും. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. റൂമിൻ്റെ കുറേ ഏരിയസ് ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ. കാരണം അത്രയും മെസ്സി ആയിട്ട് കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ അരി ഇട്ട് വയ്ക്കുന്ന പാത്രമാണ്. നമ്മുടെ പ്രോട്ടീൻ പൗഡറിൻ്റെ 5 കിലോൻ്റെ പാത്രം കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിനൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. എനിക്ക് ഇതേമാതിരി ഞാൻ മുന്നേ താമസിച്ചിരുന്ന റൂമിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവർ പ്രോട്ടീൻ പൗഡറിൻ്റെ എന്ന് വെച്ചാൽ അവർ ജിമ്മിൽ പോയിട്ട് അവർ തന്നതായിരുന്നു എനിക്ക് ഈ പാത്രം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ തന്നെ ആ മെഷർമെൻറ്റ് കപ്പ് അതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അതില്ലാണ്ട് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയാണ്. എൻ്റെ മെഷർമെൻറ്റാണത് എത്ര അരി എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ അതില്ലാതെ പറ്റില്ല. അപ്പോൾ തന്നെ ടയേർഡായിട്ട്, കാരണം ഞാൻ ഉച്ചയ്ക്കൊന്നും ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക്. കാരണം കുറച്ച് വർക്ക് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഗ്രോസറിന്ന് ഇവിടെ താഴെ ഗ്രോസറി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 2 ഗ്രാംസിൻ്റെ ഒരു ചിപ്സ്. കാരണം നാട്ടിലെ നോസ്റ്റല്ലേ. അതിൻ്റെ അടുത്ത് എൻ്റെ ബാമ്പൂ ട്രീ ഉണ്ട് കേട്ടോ. ഈ ഇടയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അപ്പോൾ ഇതിന് ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് നേരം വെളുക്കുകയും ചെയ്യും, പെട്ടെന്ന് ഇരുട്ടാവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ കറൻ്റ്ലി സിറ്റുവേഷൻ.